മറ്റു കൊലപാതകങ്ങൾ നടത്തിയ കാര്യം ഫർസാനയോട് പറഞ്ഞു. എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ ഫർസാനയെ ചുറ്റികയ്ക്കടിച്ചു വീഴ്ത്തി എന്നാണ് അഫ്വാന്റെ മൊഴി. കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണ് എന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് മുത്തശ്ശി സൽമ ബീവിയോട് വൈരാഗ്യം തോന്നാൻ കാരണം. ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് അഫ്വാൻ പോലീസിനോട് പറഞ്ഞത്. അതിനിടെ അഫ്വാന്റെ പിതാവ് നാട്ടിലെത്തി. അഫ്വാന്റെ അമ്മ ഷമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. റിക്കവറി ചെയ്ത് വരും, കുഴപ്പമില്ല. റിക്കവറി ആയി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിന് മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അഫാനെ പറ്റി ചോദിച്ചു. ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. സന്താനിയനെ അത് ഇല്ല, ഒരിക്കലും നമുക്ക് ക്ഷമിക്കില്ല. എന്നാൽ അവനും കൂടെ അങ്ങനെ തീരണമായിരുന്നെന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ഇനി ആ തന്ത വന്നാൽ തന്തേനെ ഈ പരിചയം ഇറങ്ങിയാൽ കൊന്നുകളയും. ആ കുട്ടിയെ കൊന്നുകളയും. നമ്മൾ കണ്ടിട്ട് 9 വർഷം 7 വർഷം നമുക്ക് ഇനി ആരും ഇല്ലാതായിപ്പോയി. നമ്മളെ കാക്കാണ് നമുക്ക് എല്ലാത്തിനും സഹായിയായി നിന്ന കാക്ക മരിച്ചത്. ഇപ്പൊ നമ്മള് കാക്കായ നമുക്ക് ഉമ്മയും കാക്കാരെ പെണ്ണ് മതിനി അവരെ. അസ്സലാമലൈക്കും. 5 പേരെ കൊലപ്പെടുത്തിയ അഫ്വാന്റെ വാപ്പ ഇന്നലെ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയിരുന്നല്ലോ. അദ്ദേഹം 7 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ നെഞ്ചു പിടഞ്ഞുള്ള ആ വിരക്കം കണ്ടപ്പോ കണ്ടു നിൽക്കുന്നവരുടെ പോലും ഉള്ളൊന്ന് കാളിപ്പോയി. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു സഹോദരന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ പോയി ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് നേരെ പോയത് ആ ഖബറിലേക്കാണ്. ആ പൊന്നുമോന്റെ ഖബറിലേക്ക്. 7 വർഷങ്ങൾ കൊണ്ട് കാണാതിരുന്ന ആ പൊന്നുമോനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പള്ളിക്കാട്ടിലേക്കാണ് പോകേണ്ടി വന്നത്. ആ ഒരു ഉപ്പാടെ ഒരു അവസ്ഥ അത് ആ ഉപ്പയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എന്നിട്ട് നേരെ ഉമ്മാടെ ഖബറിന്റെ അടുത്തേക്ക് പോയി, സഹോദരങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് പോയി, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അതിനുശേഷമാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയത്. എന്തായാലും മകന്റെ കരവിരുതിന് ഒരു സാക്ഷിയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടല്ലോ ഉമ്മ. എന്തായാലും ഉമ്മയുടെ അടുത്തേക്ക് പോയി, ഷെമിയുടെ അടുത്തേക്ക് പോയത് പിന്നീടാണ്. അദ്ദേഹം ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഈ ഇത്രയും അവസ്ഥയ്ക്ക് എല്ലാം കാരണം എന്റെ പൊന്നുമോനാണല്ലോ എന്ന്. അദ്ദേഹം എന്നിട്ട് കൂടി ഈ മകനെ തള്ളി പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടും ആ വാപ്പ പറയാണ് എന്റെ മോൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എന്റെ മകൻ നല്ലൊരു മോനായിരുന്നു, അവൻ രാത്രി 11 മണി വരെ എല്ലാ ജോലിക്കും പോകുമായിരുന്നു, കാറ്ററിങ്ങിന് പോകുമായിരുന്നു, എന്റെ മോൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എന്റെ മോൻ പാവമായിരുന്നു എന്നാണ് ഈ വാപ്പ പറയുന്നത്. പിന്നെ മകൻ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ വൈഫിന് 65 ലക്ഷം രൂപയുടെ കടമൊന്നുമില്ല, വെറും 5 ലക്ഷം രൂപയുടെ കടവേ ഉള്ളൂ. ബാക്കി എന്ന് പറഞ്ഞാൽ ലോണൊക്കെയാണ്, വീട് വെച്ചതിന്റെയും ഒക്കെ ലോണൊക്കെയാണ്. അത് ഞങ്ങൾ വീട് വിറ്റിട്ട് തീർക്കാൻ വേണ്ടിയിട്ടും ഇരുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാണ്. അതിനിടയ്ക്ക് എന്റെ മകന് ഇത് എന്ത് പറ്റി, എന്റെ മകൻ ഇങ്ങനെയൊന്നും ഉള്ള മകനല്ലായിരുന്നു എന്നാണ് ആ ഈ അപ്പാനെ കുറിച്ചിട്ട് ആ വാപ്പ പറയുന്നത്. വാപ്പ ഒരിടത്ത് പോലും ആ മകനെ തള്ളി പറയുന്നില്ല. ശരിക്കും ഇപ്പോഴും ചേർത്ത് നിർത്തുവാണ് ആ മകനെ. ഇത്രമേ ഈ 5 പേരെ കൊലപ്പെടുത്തിയിട്ടും ഇപ്പോഴും ചേർത്ത് നിർത്തുവാണ് ആ മകനെ. മരണപ്പെട്ടു പോയ ആ വല്യമ്മയുടെ മൂത്ത മക്കളും അവരുടെ റിലേറ്റീവും ഒക്കെ പറയുന്നത് ഇവൻ ഇത്രയും കടവാവാൻ കാരണം, അഫാൻ ഇത്രയും കടവാവാൻ കാരണം ഫർസാനയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയതാണ്. ഇത്രയുമേ കടമൊക്കെ വാങ്ങിയിട്ട് ഫർസാനയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയതാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ കുറ്റങ്ങൾ മുഴുവനും ആ പെൺകുട്ടിയുടെ തലയിലാക്കി വെച്ചു കൊടുത്തിരിക്കുകയാണ് ഈ കുടുംബക്കാര് ഫുള്ള്. ഇപ്പം അവൻ നല്ലവനാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഇത്ര കടം വരുത്തിയത് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയെന്നാണ്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. മാറി മാറി വരും, കാലത്തും വൈകിട്ട് മാറി മാറി വരും. 1-2 ദിവസം 3 ദിവസം ഇങ്ങനെയൊക്കെ നിന്നിട്ട് പഴയ വീട്ടിൽ തന്നെ താമസിക്കുമോ? അതിൽ തന്നെ താമസിക്കും. ഇവിടെ കയറി ഇവിടെ പറ്റൂല, ഇവിടെ അടുക്കള സൗകര്യമൊന്നും ആയിട്ടില്ല, അവിടെ കയറാൻ പറ്റൂല. അതുകൊണ്ട് അവിടെ തന്നെ താമസിക്കണം. ഈ ചെറുക്കനെ പരിചയമല്ല, ഈ ചെറുക്കൻ നിങ്ങളോടൊക്കെ മിണ്ടുമായിരുന്നോ? നല്ല മോനായിരുന്നു. മാമിമാരെന്ന് വിളിച്ച് അത്രയും വിളിച്ച് തീർക്കാത്ത പൊന്നു മോനാണ്. ചെഞ്ഞിനത്തതാണെന്ന് നമ്മൾ ഇപ്പൊ ഈ സംഭവം അറിഞ്ഞപ്പോ നമ്മളെല്ലാം അറിയണം.
അതുവരെ നല്ല ബഹുമാനമായിരുന്നു. നല്ല സ്നേഹവും കാര്യവും എല്ലാം തന്നെയായിരുന്നു. ഒരു ദുശീലങ്ങൾ വല്ലതും ഉണ്ടെന്ന് അറിയാമോ? ഒരു ദുശ്ശീലം ഉള്ളതായിട്ട് നമുക്കറിയില്ല, ഇതുവരെ അറിയില്ല. നമുക്ക് ഇങ്ങനത്തെ സ്വഭാവമാണെന്ന് ഒരിക്കലും അറിഞ്ഞൂടാ. അതല്ല, ഇത്രയും പത്രങ്ങളിലൊക്കെ ഇത്രയും കടബാധ്യത കാരണം 23 വയസ്സ് തന്നെ സഹിക്കാൻ പറ്റിയില്ല, അതൊക്കെ ചുമ്മാ പറയാം. കടബാധ്യത കാരണം കടബാധ്യത ഒത്തിരി അവരെല്ലാരും കൂടെ അല്ല, ബാപ്പയല്ലേ കട മാറ്റേണ്ടത്. ഇവന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ടെൻഷൻ യാതൊരു കാര്യമില്ല. ഇവിടെ നിന്ന് നമ്മൾ സഹോദരങ്ങളെല്ലാവരും കടബാധ്യതയുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും സഹായിച്ചവരേ ഉള്ളൂ. ഇപ്പം വീണ്ടും അവനെ സഹായിച്ച് സഹോദരനൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ പെണ്ണുങ്ങളും മറ്റുള്ള സഹോദരങ്ങളെല്ലാവരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസ അടിച്ച് അവന് ജോലി ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി. ഇവന്റെ എല്ലാ പ്രവർത്തിക്കും കൂട്ടിക്കുന്ന ഉമ്മ ആയിരിക്കും, അല്ലാതെ സ്വർണ്ണം വരെ കൊടുത്തല്ലോ. ഈ ഇവിടെ ഉമ്മ സ്വർണം കൊടുത്തു. കൊല്ലേണ്ട കാര്യം എന്തായിരുന്നു? അതെന്തെന്ന് നമുക്കറിയില്ല. അവരെ കടബാധ്യത വാപ്പച്ചിക്കുണ്ട്. വാപ്പച്ചിയുടെ കടത്തിന് തീർക്കാനാണ് പാങ്ങോട്ടുമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പാങ്ങോട്ടുമ്മ എന്ന് പറഞ്ഞ് സഹോദരന്റെ ഭാര്യ ഈ കൊച്ചിനെയാണ് പറഞ്ഞയക്കുന്നത്. ഇല്ല ഇല്ല, ഒരിക്കലും അറിയില്ല. ഈ കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോഴറിയാം. ഇല്ല, കൊണ്ടുവന്നതിന് ശേഷം കാക്ക എന്തോ പറഞ്ഞെന്നാണ് ഇപ്പൊ ചാനൽ വഴി ഞങ്ങൾ മരിച്ച കാക്ക കൊണ്ടുവന്നപ്പോഴും അതിനുശേഷം നമ്മളിത് അറിഞ്ഞത്. നമ്മളല്ലാതെ കൊണ്ടുവന്നത് ഇപ്പൊ ഈ കടയുടെ വാപ്പക്ക് കട. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തിനു മോനെ വിളിച്ചുകൊണ്ട് വന്നത്, വാപ്പച്ച വന്നിട്ട് വിളിച്ചാൽ പോരെന്നാണ് അവൻ കാക്ക പറഞ്ഞത്. അതിനാണ് കാക്കായെ കൊന്നതെന്നല്ലേ ഇപ്പൊ ചാനലിൽ പറഞ്ഞത്. നമ്മളിതൊന്നും അറിഞ്ഞില്ല. നമുക്കറിയെങ്കിലല്ലേ നമ്മള് പറയുള്ളൂ. ഗൾഫിലാണല്ലോ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇപ്പൊ മറ്റേ കാക്കയല്ലേ സഹോദരൻ? ഇല്ല, അവര് അമ്മായും മക്കളും തന്നെ ഞങ്ങൾ സഹകരിച്ചു പോണം. കാക്ക അവിടെ വല്ലപ്പോഴാ പോവുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നവരെല്ലാം കൊലപ്പെടുത്തി. അതാണ് സംഭവം. ഉപദേശിച്ച കാക്കയെ ഉപദേശിച്ചു. പക്ഷെ മതിനെ അതങ്ങനെ ഒന്നും പോവില്ല. അവര് വെറും പാവമായിരുന്നു. മരിച്ച പിന്നെ അവരെന്തിനു കൊന്ന് കാക്ക ഉപദേശിക്കെങ്കിലും ചെയ്തു. മതിനെ എങ്ങനെയും പറയൂല. അതിനെ കൊന്ന് എന്തിനാണെന്ന് നമുക്ക് ഭയങ്കര ഇതായി. ഇല്ല, ഒരിക്കലും നമുക്ക് ക്ഷമിക്കില്ല. എന്നാൽ അവനും കൂടെ അങ്ങനെ തീരണമായിരുന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ഇനി തന്ത വന്നാൽ തന്തേനെ ഈ പരിചയം ഇറങ്ങിയ കൊന്നുകളയും. ആ കുട്ടിയെ കൊന്നുകള നമ്മൾ കണ്ടിട്ട് 9 വർഷം 7 വർഷം. നമുക്ക് ഇനി ആരും ഇല്ലാതായിപ്പോയി. നമ്മളെ കാക്കാണ് നമുക്ക് എല്ലാത്തിനും സഹായിയായി നിന്ന കാക്ക മരിച്ചത്. ഇപ്പൊ നമ്മള് കാക്കായ ഉമ്മയും പോയി. കാക്കാരെ പെണ്ണ് മതിനി അവരെയും കൊന്ന്. ഈ കാശുകൾ അത്രയും കിട്ടിയത് ഈ പെണ്ണിനെയും കൊണ്ട് നടന്നുള്ള ചെലവ് കാര്യങ്ങൾക്ക് ആയിരിക്കും ഇപ്പൊ നമ്മളത് വിശ്വസിക്കുന്നു. അവൻ ഈ കടം വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈസ ഒന്നും പാപ്പാക്ക് കടത്തിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് സഹോദരൻ പറയുന്നുണ്ട്. 1 രൂപയും അയച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഈ പൈസ മൊത്തം ഇവൻ കൈകാര്യം ചെയ്ത് തീർത്തെന്ന് നമ്മളിപ്പോ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ചെയ്തെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും ചെയ്തെന്ന് അറിയില്ല. എല്ലാവരും സഹായിച്ചു. 1 ലക്ഷം വീതം എല്ലാവരും കൊടുത്തു. വാപ്പാക്ക് കടന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മളെ കൊണ്ടൊക്കെ നമ്മളെല്ലാം സഹായിച്ചു. നമ്മളേന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ചവൻ. പിന്നെ സഹോദരങ്ങളെല്ലാരും 1 ലക്ഷം വെച്ച് തന്നെ കൊടുത്തത്. അപ്പൊ ഈ കാരണം വാപ്പാക്ക് അയച്ചു കൊടുക്കാനെന്ന് പറഞ്ഞു. ഗൾഫിൽ അയച്ചു കൊടുക്കുന്നതാണ് അവൻ പറഞ്ഞ് നമ്മൾ കൊടുത്തത്. അപ്പൊ ഇപ്പം പറയാൻ നമ്മളൊന്നും സഹായിച്ചില്ല. കൊടുത്തിട്ടില്ലെന്ന് അവൻ തന്നെ പറയാം. പക്ഷെ അവന്റെ അക്കൗണ്ടാണ് നമ്പരാണ് തന്നിട്ടുള്ളത്. അവർക്ക് അനുകൂലം തന്നെ പറഞ്ഞത്. പിന്നെന്താ അതറിഞ്ഞത്? നമ്മൾ ഈ ചാനൽ വഴിയാണ് ഞങ്ങൾ അറിയുന്നത്. ഇല്ല, ഒരു നേട്ടവും ഇല്ല. എല്ലാ അഭിപ്രായത്തിൽ അവനൊരു നല്ല പയ്യൻ തന്നെയാണ്. അവനിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല. അവൻ നല്ലൊരു പയ്യനാണെന്നാണ് അവരുടെ കുടുംബക്കാരുടെ എല്ലാം ഒരു അഭിപ്രായം. പിന്നെ ഇവന്റെ ശരീരത്ത് ഇവനെ ടെസ്റ്റ് ചെയ്തപ്പോ ഇവൻ ലഹരിക്ക് അടിമയുമല്ല എന്നുള്ളതും തെളിഞ്ഞിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഓരോരുത്തരായിട്ട് കൊലപ്പെടുത്തിയിട്ട് ലാസ്റ്റ് ആണ് ഫർസാനെ വിളിച്ചുകൊണ്ട് വന്ന് വീടിന്റെ ബാക്കിൽ കൂടെ റൂമിൽ കൊണ്ടിരുത്തിയിട്ട് അവളോട് പറയാണ്, ഞാൻ എന്റെ ഉമ്മായെ കൊന്ന്, എന്റെ അനിയനെ കൊന്ന്, എന്റെ മൂത്താപ്പായെ കൊന്ന്, എന്റെ മൂത്തുമ്മായെ കൊന്ന്, എന്റെ ഉമ്മുമ്മായെ കൊന്ന്, അങ്ങനെ എല്ലാവരെയും ഞാൻ 5 പേരെ കൊന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഇവള് ശരിക്കും ഞെട്ടിത്തരിച്ചിട്ട് ചോദിക്കുകയാണ്, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന്.
അവൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അവളെ അങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട് അവളെ ചുറ്റി വെച്ചിട്ട് അവക്ക് ഒറ്റടി. ശരിക്കും ആ ഒരു നിലവിളി പോലും പുറത്തേക്ക് വന്നില്ല എന്നാണ് പറയുന്നത്. നിലവിളി വരുത്തില്ല, തലയൊക്കെ മരവിച്ച് അത്രയ്ക്ക് ഇതായിട്ടുണ്ട്. 7 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വന്ന ആ വാപ്പ ആ പൊന്നുമോനെ കാണാൻ വേണ്ടിയിട്ട് പള്ളിക്കാട്ടിലേക്ക് പോകേണ്ടി വന്ന ആ ഒരു അവസ്ഥ ആ വാപ്പ എങ്ങനെ സഹിക്കും? ആ പൊന്നുമോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി വാങ്ങിക്കൊടുത്തിട്ട് ഈ കാപാലികൻ മന്തി വാങ്ങിക്കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ഒന്ന് കഴിക്കാൻ പോലും അവൻ സമ്മതിച്ചില്ല. അതിനു മുന്നേ ആ കുഞ്ഞിനെയും കൊന്നു. ഇവനിക്ക് ഇത്ര ഇതാണെങ്കിൽ അവനൊക്കെ പോയി ചത്തുകൂടായിരുന്നോ? ഈ മറ്റുള്ളവരെ എന്തിനാ കൊന്നു? ആ കുഞ്ഞിന്റെ ഒരു മുഖം കാണുമ്പോ സത്യം പറഞ്ഞ ഞാൻ ഇപ്പോഴും കരയും. ആ കൊച്ചിന്റെ ഒരു ഇത് എവിടെ കണ്ടാലും എനിക്ക് അത്രയും സങ്കടം വരുവാണ്. ആ കുട്ടിയെ കാണുമ്പോ അത്ര സങ്കടം വരുവാണ് ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ. ആ വാപ്പ നമുക്ക് കണ്ടു നിൽക്കുന്ന ഇത്ര ഈ ന്യൂസ് കേട്ട നമുക്ക് ഇത്രത്തോളം വിഷമം. ആ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് അത്ര സങ്കടം തോന്നുന്നു. അപ്പൊ ആ വാപ്പയുടെ അവസ്ഥ എന്തായിരിക്കും? 7 വർഷത്തിന് ശേഷം ആ പൊന്നുമോനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. ഈ മരണങ്ങളൊക്കെ നടന്നപ്പോൾ അദ്ദേഹത്തിന് നാട്ടിലേക്ക് കയറി വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തെ അവിടെ ആരും അറിയിച്ചില്ല മരണം, ആരുടെയും കാര്യം. അതായത് ജ്യേഷ്ഠരും വൈഫും മാത്രം മരണപ്പെട്ടോളൂ എന്നാണ് അദ്ദേഹത്തെ വിളിച്ച് അറിയിച്ചത്. മറ്റുള്ളത് മകൻ മരണപ്പെട്ടതോ ഉമ്മ മരണപ്പെട്ടതോ വൈഫിനെ കൊല്ലാൻ നോക്കിയതോ ഹോസ്പിറ്റലിലാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തെ അറിയിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം പിന്നെ ന്യൂസ് കണ്ടിട്ടാണ് ഈ വാപ്പ ഇതെല്ലാം അറിയുന്നത് തന്നെ. ശരിക്കും എന്തായിരിക്കും ആ ഒരു മനസ്സിൽ? തന്റെ മകനിൽ നിന്ന് ഈ 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് അതിലൊരാൾ രക്ഷപ്പെട്ടു എന്നൊക്കെ സ്വന്തം വാപ്പ, അതും നാട്ടിൽ പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ ഒറ്റ റൂമിനകത്ത് അതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോ എന്തായിരിക്കും ആ വാപ്പയുടെ അവസ്ഥ? ഇതുപോലൊരു മകനെ ഓർത്തിട്ട് ആ വാപ്പ എന്ത് നെഞ്ചു പൊട്ടിക്കാണും. അദ്ദേഹം പറയുന്നുണ്ട് ബന്ധുക്കളൊക്കെ മുന്നേ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫാനാണെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പമാണ്, റിലേഷൻഷിപ്പിലാണ്, രണ്ടാളും തമ്മിൽ ബൈക്കിൽ കറക്കമാണ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താ ഈ വാപ്പ പറഞ്ഞത്? അവനൊരു ആൺകുട്ടിയല്ലേ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, വിട്ടേര് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത്രയൊക്കെ ക്രൂരമായി നോവിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആ ഉമ്മ പറയുന്ന മൊഴി എന്താ? ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണിട്ടാണ് എനിക്ക് ഇത്രയും പരിക്കുകൾ പറ്റിയത് എന്നാണ് പറയുന്നത്. ആ മോനെ ഒരിക്കൽ പോലും ആ ഉമ്മ പോലും ഇത്രയുമേ വേദന തിന്ന് സഹിച്ചു കിടന്നിട്ട് പോലും, എത്ര സർജറി കഴിഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും ആ ഉമ്മ മകനെ തള്ളിക്കളയുന്നില്ല. ഞാൻ കട്ടിൽ നിന്ന് വീണ് എന്നാണ് ആ ഉമ്മ പറയുന്നത്. റഹീമിന്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. ഇത് പിടിച്ചു. മകന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അടുത്ത ഇദ്ദേഹത്തിന്റെ അളിയന്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റിക്കവർ ചെയ്ത് വരാനുള്ള പ്രതീക്ഷ. ഇല്ലില്ല, അങ്ങനെ ഒരു വിഷയം അതിനെക്കുറിച്ച് സൂചന പോലും കൊടുത്തിട്ടില്ല. അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അവർ കട്ടിലിൽ നിന്ന് വീണ എന്നാണ് ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണ് പോണത്. അതിന് അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല, അവർ റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിനെ മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അഫാനെ പറ്റി ചോദിച്ചു. അത് ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ അവരുടെ സഹോദരന്റെ വീട്ടിലാണ് ഉള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഈ ഷെമി എന്ന് പറയുന്ന സഹോദരി ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല ഈ ആരും മരണപ്പെട്ട കാര്യമൊന്നും. തന്റെ ബോധം വന്നപ്പോ തന്നെ ചോദിച്ചത് എന്റെ മകൻ എന്തേ, എന്റെ മോൻ എന്തേ എന്നാണ് ചോദിച്ചത്. അപ്പൊ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് റിലേറ്റീവിന്റെ, അതായത് അവരുടെ സഹോദരന്റെ വീട്ടിൽ ഈ കുട്ടി അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അറിയുമ്പോ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അറിയുമ്പോ ആ ഷെമിക്ക് എല്ലാം സഹിക്കാനുള്ള ഒരു ക്ഷമ നൽകട്ടെ. അല്ലാതെ എന്താ പറയാ, നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഉമ്മയുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ആ ഉമ്മായിക്ക്, ആ ഷെമിക്ക് അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ക്ഷമ പടച്ചവൻ കൊടുക്കട്ടെ.